ഹലോ, വെൽക്കം ടു സിൻഡ ബുട്ടിക്ക്. അടുത്തത് കണ്ട മാലിന്യനായിട്ട് ഇപ്രാവശ്യം മാലയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ കണ്ട അടുത്തൊരു മാല കണ്ട അടുത്ത് കാണിച്ചു തരാം കേട്ടോ. കളറ് നല്ലൊരു പിങ്കിൻ്റെ രണ്ട് സൈഡിലും ഷുഗർ ബീഡ് ഇട്ടിട്ടുണ്ട്. ഇത് ഇവർ മൊണാലിസ ബീഡ് അങ്ങനെ എന്തോന്ന് പറയുന്നത് കേട്ടോ. ആ കുറച്ച് നീളത്തിൽ അങ്ങനെ കാണുന്നൊരു ബീഡാണ്. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് നിങ്ങൾ ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. ബ്ലൂ അല്ല കേട്ടോ, ഒരു തരം ഗ്രീനാണേ. നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ. ബ്ലൂ അല്ലേ, ഗ്രീനാണ് കേട്ടോ വരുന്നത്. നല്ലൊരു പേസ്റ്റ്, ഒരു പ്രത്യേക ടൈപ്പ് ഗ്രീനാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ്, നല്ല ഭംഗിയുള്ള നല്ലൊരു നമുക്ക് കാണുമ്പോഴേ ഈ ഫെദർ ടച്ച് എന്ന് പറയില്ലേ, അതേപോലെ തോന്നുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത് കണ്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഫുൾ നമ്മൾ പ്ലേറ്റഡ് ആണ് കേട്ടോ, മൈക്രോ പ്ലേറ്റഡ് ആണ്. പെട്ടെന്നൊന്നും കളറൊന്നും പോവില്ല. പിന്നെ അത്രയും ഏത് നേരം വേർത്ത് നിൽക്കുന്ന ഒരു ഇതിൽ അങ്ങനെ പോകുന്നല്ലാതെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയണില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ മാലകളൊക്കെ വെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മാറിയൊക്കെ യൂസ് ചെയ്യാം അല്ലേ. ഗോൾഡൊക്കെ ആകുമ്പോൾ ഇപ്പോഴും ഒരു മാലയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ വലിയ റേറ്റ് വരുന്നില്ല, മാറി നമുക്ക് വെയർ ചെയ്യാം. ഒരു റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു മാലകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 600 കേട്ടോ, 600 ആണ് റേറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞു മാക്സിമം നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യട്ടെ. കാരണം ഇത് ഞാൻ ഒരിക്കലും ഓൺലൈൻ അത്ര എടുത്ത് പരിചയമുള്ളവർക്ക് തരാമെന്നല്ലാതെ നോക്കാൻ വേണ്ടി ഓൺലൈൻ അയച്ചു കൊടുത്ത് തിരിച്ച് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല കേട്ടോ മാലയുടെ കേസിലൊന്നും. കാരണം ഞാനൊക്കെ എനിക്ക് അയച്ചു തരുന്നവർ ഡബിൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നത്. ഞാനും ഇത് ഓരോന്നും നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വീഡിയോയിൽ വരുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ടേ അവിടെ ചെല്ലുമ്പോൾ അതിന് ഡാമേജ് പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം അല്ലെങ്കിൽ ഇവിടെ വന്ന് അതൊന്ന് ഇട്ട് വെച്ചൊക്കെ നോക്കി വാങ്ങിക്കുക. അതാണ് നല്ലത് എപ്പോഴും കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്കത് പിടിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിപ്പോൾ എനിക്ക് ഇത്രയും കുറച്ച് വണ്ണൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും ആയി നിൽക്കുന്ന കുറച്ച് പേർക്ക് ഈ ഒരു ലെങ്ത്തിൽ നിൽക്കും കേട്ടോ. കുറച്ച് സ്ലിമ്മായവർക്കൊക്കെ ഈ ഒരു ലെങ്ത്തിൽ അത് നിൽക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മളൊരു ബാക്ക് ചെയിനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ സ്ഥിരമായി വാങ്ങിച്ചു വെച്ചാൽ എല്ലാ മാലയുടെയും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എത്ര ഒരു ലെങ്ത്തിലൊക്കെ ഈ ഒരു ലെങ്ത്തിലൊക്കെ ഇടാനൊക്കെ ഒരു ബാക്ക് ചെയിനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ മതിട്ടോ. അതിൻ്റെ ഈ ഒരു ഷെയ്ഡിലായ കാരണം നിങ്ങൾക്ക് അത് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റാത്തതാണ്. ഇതേ കണ്ടോ, ഇതാണ് മാലയുടെ ഷെയ്ഡ് വരുന്നത്. ഇതാ ചെയിനാണ് കേട്ടോ. ഇത് കണ്ടോ, ചെയിൻ കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെയിൻ. ഇതൊക്കെ പ്ലേറ്റഡ് ആണ് കേട്ടോ. ഹുക്കും എല്ലാം പ്ലേറ്റഡ് ആണ്. പെട്ടെന്നൊന്നും കളർ പോവില്ല. നമ്മൾ സൂക്ഷിച്ച് തന്നെ ഒരു ബോക്സിലാക്കി അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി എത്ര നാളുകൾ, ദിവസങ്ങളല്ല കേട്ടോ, വർഷങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചിട്ടൊക്കെ എടുത്ത് വെക്കാം. എയർപോർട്ട് കൂടി എടുത്ത് വെക്കാതെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന കളക്ഷനൊക്കെ പോയിട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ പുതിയ കളക്ഷൻ വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കരിമണിയുടെ ഒരു മംഗല്യ സൂത്രം ഇട്ടായിരുന്നു. പിന്നെ അടുത്തത് വന്നതാണ് ഇത് കേട്ടോ. ഓരോന്നും ഞാൻ പറഞ്ഞില്ല, ഹാൻഡ് പിക്കഡ് ആണ് കേട്ടോ. ഒത്തിരി നേരം ഇരുന്ന് സെലക്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ എല്ലാവർക്കും വേണ്ടി. കാരണം നമ്മൾ ഒരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വെറൈറ്റി വേണമല്ലോ, അതിനാണ് കേട്ടോ. കാരണം എല്ലാം ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് അല്ല, അപ്പോൾ എല്ലാവർക്കും ഒരു വെറൈറ്റി വേണ്ടേ. ഇടുമ്പോൾ ഒരു വെറൈറ്റി നമ്മൾ നോക്കണം. ഈ മാല അല്ലേ, എല്ലാവരും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. ഡ്രസ്സായാലും അതെ, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് ആരെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് നോക്കണം അല്ലേ, അതുപോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാല. 600 ആണ് വില വരുന്നത്. 600 ആണ് വില വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മാലയുണ്ട്. ഈ ഒരു ഡ്രസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. അതെ കണ്ടോ, ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ട്. 2 ലെയറാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2 ലെയറിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു പേസ്റ്റൽ പിങ്ക് ആണ്, ഇതൊരു പേസ്റ്റൽ ഗ്രീൻ. അതായത് നമ്മൾ അക്വ ഗ്രീൻ എന്ന് പറയില്ലേ, ഈ നമ്മൾ അക്വേറിയത്തിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഗ്രീൻ വരില്ലേ, വാട്ടർ വെള്ളം, ഒരു സീ ഗ്രീൻ വരില്ലേ, അങ്ങനത്തെ അതുപോലത്തെ ഒരു ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണുമ്പോൾ. നമുക്കൊരു എന്തോ ഒരു ഇങ്ങനെ പെട്ടെന്ന് ഒരു ഫെദർ ടച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇപ്പോൾ ചുരിദാർ ഇടുന്നവർക്കായാലും ഒക്കെ സിമ്പിളാണ് കണ്ടോ, അത്ര ഹെവി ഒന്നുമല്ല. ചുരിദാറിൻ്റെ ഒക്കെ കൂടെ നന്നായി ഒഴിച്ചു പോകുന്നൊരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് തുടങ്ങുന്നൊരു അടുത്തൊരു സംരംഭമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. അതുപോലെ എൻ്റെ യൂട്യൂബ് ലൈക്ക്, ഫോളോ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റയിലൊക്കെ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ എൻ്റെ പുതിയൊരു സംരംഭം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ആ ബീഡ്സുകൾ കാണാനായിട്ട് നല്ലൊരു
ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. 600 കേട്ടോ വരുന്നത്. അപ്പോൾ ഷോപ്പിൽ വരിക. ഷോപ്പിൽ നിങ്ങൾ വരാപ്പുഴ മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ട് സൈഡിൽ അപ്സ്റ്റെയറിലായിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാത്തിലും അഡ്രസ്സ് പറയുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട് 8078742380. നിങ്ങൾക്കൊന്നും കൂടെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാക്സിമം ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് കാരണം ഞങ്ങളത് ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല. കാരണം അവർ അത്രയും ചെക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരണം കേട്ടോ. പിന്നെ നമുക്കൊരു കംപ്ലൈൻറ്റ് പറയേണ്ട കാര്യം വരാറില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പിന്നെ നമ്മുടെ ഇന്ന് ഒരാൾക്ക് പർച്ചേസ് ചെയ്യുമ്പോഴേ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴൊന്നും അതിൽ ലെങ്ത്ത് കുറവാണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഒരു റീസൺ പറഞ്ഞ് മടക്കുമ്പോൾ 2-3 പേരുടെ കയ്യിലൊക്കെ മാറിപ്പോകുമ്പോഴേ നമുക്ക് പിന്നെ ഒരാൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ചേട്ടാ പറഞ്ഞത് മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വെച്ചൊക്കെ നോക്കി അല്ലേ എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ ഇനി ഇങ്ങനത്തെ കളക്ഷൻസ് വരും കേട്ടോ. താങ്ക് യു.